കുബൂസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുബൂസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് തരച്ചിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂട് പാലാണ്, തണുപ്പ് വിട്ടിട്ടുള്ളൂ പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മൈദയിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈ പാലും ഈസ്റ്റും കൂടെ നമ്മൾ മൈദമാവിൽ ഒഴിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ കുറേശ്ശായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഒന്നിച്ചൊഴിക്കരുത്, അപ്പോൾ പാല് വെള്ളം കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് കുഴച്ച് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. ഈ 1/2 ഗ്ലാസ് പാലിൽ നമുക്ക് കുഴച്ചിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാവ് വെക്കേണ്ട പാത്രം ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മാവിൻ്റെ മീതി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മാവ്, ഞാൻ തെർമൽ കുക്കറിലാണ് ഇത് ഇറക്കി വയ്ക്കാൻ പോകുന്നത്. വർഷക്കാലം ആയതുകൊണ്ട് നമുക്ക് വേഗത്തിൽ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വേനൽക്കാലത്ത് വെക്കുന്ന അതേപോലെ തന്നെ ഈ തെർമൽ കുക്കറിൽ വെച്ചാൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അങ്ങനെ ഞാൻ മാവ് 2 മണിക്കൂർ വെച്ച് അതിന് ശേഷം നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് നന്നായി കുഴച്ചതിൻ്റെ ശേഷം 2 പത്തിരിയുടെ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ട് നമ്മളിത് ഈ തെർമൽ കുക്കറിൽ തന്നെ ഒരു 10 മിനിറ്റും കൂടെ വയ്ക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതെടുത്തത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ഇത് പരത്തിയെടുക്കുക. എല്ലാ ഭാഗവും ഒരേ വലുപ്പത്തിൽ ഒരേ കനത്തിൽ നമ്മളിത് പരത്തിയെടുക്കുക. പിന്നെ നമ്മളിത് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി, മൈദമാവ് ഇട്ട് കൊടുത്താൽ മതി, കൈ ഒട്ടാതെ ഇരിക്കാൻ. അങ്ങനെ ഇത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് പത്തിരിയുടെ പരത്തണം അതേപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള കുബൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, ടേസ്റ്റിയാണ്. ഈ 2 ഗ്ലാസ് മൈദ വെച്ചിട്ട് ഞാൻ 8 കുബൂസാണ് കേട്ടോ പരത്തിയെടുത്തത്. അങ്ങനെ എല്ലതും ഞാൻ പരത്തിയെടുത്ത്. ഇത് മുഴുവൻ പരത്തണമെന്നും ഞാൻ വീഡിയോയിൽ കാട്ടുന്നില്ല. അങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം പരത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് പത്തിരി ചുട്ടെടുക്കണ മാതിരി എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് പത്തിരി ചുടുന്ന അതേപോലെ തന്നെ ഈ കുബൂസ് ചുട്ടെടുക്കാം. പത്തിരിനേക്കാളും എളുപ്പത്തിൽ വെന്ത് കിട്ടും. അങ്ങനെ ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടും. അത് നമ്മൾ പാല് ചേർത്തിട്ട് കുഴക്കണ കാരണം ഇത് വേഗം പൊങ്ങിക്കിട്ടും. നല്ല സോഫ്റ്റുമാണ്. ഇനി പാല് വേണമെന്നൊന്നുമില്ല, ഇളം ചൂട് വെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എല്ലാം നമ്മൾ കുബൂസ് മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. മൈദമാവിന് പകരം നമ്മൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.